നമുക്ക് വായി നൽകിയ നമ്മുടെ നാഥൻ, നമുക്ക് ജീവൻ നൽകിയ നമ്മുടെ നാഥൻ, നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നമ്മെ വളർത്തിയ നമ്മുടെ നാഥൻ, നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ നമ്മുടെ നാഥൻ, ഈ ഭൂമി ലോകത്തേക്ക് വരുമ്പോൾ നമുക്ക് അനുയോജ്യമായ വാസസ്ഥലമൊരുക്കിയ നമ്മുടെ നാഥൻ, ആ നാഥനാണ് പറയുന്നത് വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബാണ് പറയുന്നത് ഉദൂനി, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം എന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞാൽ, എന്നെ ആരാധിക്കാതെ പ്രാർത്ഥനയാകുന്ന ഇബാദത്ത് എനിക്കർപ്പിക്കാതെ ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യനായവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞാൽ, ആ റബ്ബിന്റെ വാക്കിനെ മുഖവിലക്കെടുക്കാത്തവന്, ആ റബ്ബിന്റെ വാചകത്തിന് പ്രത്യേകത കൽപ്പിക്കാത്തവന് എന്തൊരു രക്ഷയാണുള്ളത്. ആ വാക്ക് മുഖവിലക്കെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇബാദത്താകുന്ന പ്രാർത്ഥന ഇതാണ് സഹാബത്തെ, ഇബാദത്തല്ലാത്ത പ്രാർത്ഥന ഇതാണ് സഹാബത്തെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ആദം നബി പറഞ്ഞിട്ടുണ്ടോ? നൂഹ് നബി പറഞ്ഞിട്ടുണ്ടോ? ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ടോ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ടോ? മസീഹുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട് എങ്കിൽ നമുക്കത് സ്വീകരിക്കാം, ഇല്ലേ നമുക്കത് തള്ളിക്കളയാം. അമ്പിയാക്കളെക്കാൾ ഔലിയാക്കളെക്കാൾ വലിയൊരു പാത നമുക്ക് വേറെയുണ്ടോ? വേറെയില്ല. ആ പാത ആരാണോ സ്വീകരിക്കുന്നത് അവർ ദുഃഖിക്കേണ്ടതില്ല, അവർ ഭയപ്പെടേണ്ടതില്ല എന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞാൽ, ആ പാതയല്ലാത്ത മറ്റൊരു പാത എങ്ങനെ നാം സ്വീകരിക്കും?